ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. 2024 സെപ്റ്റംബർ മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം. അത് കൊല്ലവർഷം 1200-ാം ആണ്ട് ചിങ്ങമാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ്. അത് മലയാള കണക്ക്. ഈ ആഴ്ചത്തെ പ്രധാനമായ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണ് അതാണ് നോക്കുന്നത്. സെപ്റ്റംബർ 8-ാം തീയതി ആണ് ഋഷി പഞ്ചമി. അത് വിശ്വകർമ്മ ജയന്തി ദിനവും കൂടിയാണ്. വിശ്വകർമാവിൻ്റെ ജയന്തി ദിനമായ ഇന്ന് വിശ്വകർമ്മ ക്ഷേത്ര ദർശനം നടത്തി പൂജിക്കുന്നതും വഴിപാടുകളൊക്കെ ചെയ്യുന്നതും വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. സെപ്റ്റംബർ 9-ാം തീയതിയാണ് ഷഷ്ടിവ്രതം. അതിന് 8-ാം തീയതി തന്നെ വ്രതങ്ങളൊക്കെ ആരംഭിച്ച് 9-ാം തീയതി ക്ഷേത്ര ദർശനമൊക്കെ ചെയ്ത് വഴിപാടുകളൊക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്താൽ അഷ്ടൈശ്വര്യങ്ങളും കുടുംബത്ത് വന്നു ചെയ്യും. സെപ്റ്റംബർ 14-ാം തീയതിയാണ് ഒന്നാം ഓണം. 15-ാം തീയതിയാണ് തിരുവോണം. 14-ാം തീയതി ഒന്നാം ഓണമായിട്ട് നമ്മൾ ആഘോഷിക്കും. അതുപോലെ തന്നെ സെപ്റ്റംബർ 14-ാം തീയതിയാണ് ഏകാദശി. ഏകാദശി വ്രതം അവരവരാൾ കഴിയാവുന്ന രീതിയിൽ എടുക്കുകയും ഭഗവാന്റെ ഫോട്ടോയൊക്കെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ വിഗ്രഹമൊക്കെ വീട്ടിൽ വെച്ച് വിളക്ക് കൊളുത്തി പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുകയും മാലകളൊക്കെ ഇടുകയും നാമം ജപിക്കുകയും വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുകയും വിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലുമൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ശ്രേയസ്കരമാണ്. അഭിവൃദ്ധികൾ വന്നു ചേരും. വിദ്യാവിജയവും കുടുംബ ഐക്യവും ദാമ്പത്യ ജീവിതത്തിലെ സൗഖ്യവും എല്ലാം വന്നു ചേരും. സെപ്റ്റംബർ 15-ാം തീയതിയാണ് പ്രദോഷം. അതായത് അടുത്ത ഞായറാഴ്ച. പ്രദോഷത്തിനും ഇത് പറഞ്ഞതുപോലെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്ത് മഹാദേവനെ ദർശിച്ച് ദീപാരാധനയിലൊക്കെ പങ്കെടുക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ച് ഈ ആഴ്ച പൊതുവെ അഭിവൃദ്ധികരമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വന്നു ചേരുകയും തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ വിജയവും ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യവും വന്നു ചെയ്യും. അതുപോലെ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ലതാണ്. പുതിയ ഒരു ജോലി ആഗ്രഹിച്ച് അതിനുവേണ്ടി അന്വേഷിക്കുന്നവർക്ക് യുവതീ-യുവാക്കൾക്ക് ഒരു ജോലി ലഭിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനും സുഹൃത്തുക്കൾ മുഖാന്തരം ചില സഹായങ്ങൾ ലഭിക്കുന്നതിനും വിജയിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന കാലമാണ്. എങ്കിലും ആ ശനി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് തൊഴിൽ പുരോഗതിയൊക്കെ വന്നു ചേരും. തൊഴിൽ സ്ഥലത്ത് ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. അത് പ്രത്യേകിച്ച് അധ്വാന ഭാരം ഏറിയിരിക്കാം. അതിനനുസരിച്ച് വേതനം ലഭിച്ചില്ല എന്നൊരു പരാതിയൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ കൊള്ളുകയറാത്ത ആൾക്കാരുമൊക്കെ ആയിട്ട് വാക്ക് തർക്കത്തിന് നിൽക്കാതിരിക്കുകയാണ് നല്ലത്. പല വിധത്തിലുള്ള വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും തൊഴിൽ പുരോഗതി വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ദൈവാധീനമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ ഐശ്വര്യപൂർണ്ണമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാ അലസത വന്നു പെടുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രതയോടുകൂടി പഠന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. അത് ദമ്പതികളായിട്ടുള്ളവർക്കും നല്ല ഐശ്വര്യമുള്ള കാര്യം. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുകയും ഭാഗ്യാധിപൻ തൻ്റെ തന്നെ 12-ൽ അവിടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ദുരിതപൂർണമായ ഒരു കാലമാണ്. വാഹനം കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഗൃഹസംബന്ധമായ വർക്കുകളൊക്കെ നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതായത് ദാമ്പത്യ ഭാവത്തിന്റെ അധിപൻ കൂടിയായ വ്യാഴം 12ാമിടത്ത് ദുരിതസ്ഥാനത്ത് നിൽക്കുമ്പോൾ ദാമ്പത്യകാരകനായ ശുക്രൻ നീചം ഭവിച്ച് കേതുവിനോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ യാതൊരു കാരണവുമില്ലാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ദമ്പതികളാണെങ്കിലും അതൊരു വലിയ പ്രശ്നമായിട്ട് വളർന്ന് പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ കോടതി കയറുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് 11ാം ഭാവത്തിൽ ഇഷ്ടഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. ഭാഗ്യാധിപന്റെ സ്ഥിതിയും ഒക്കെ വളരെ നല്ലതാണ്. സ്വന്തം നാട് വിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല അനുകൂലമായ ആഴ്ച. അതിനുള്ള തീരുമാനമൊക്കെ എടുക്കുന്നതിനും പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും ഏജന്റിനെയൊക്കെ കാണുന്നതിനും വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുക. അതായത് ജലരാശി അധിപന്റെയും പ്രവർത്തികാരകനായ ചൊവ്വായുടെയും തൊഴിൽ സ്ഥാനാധിപന്റെയും ഒക്കെ സ്ഥിതി അത്രയ്ക്ക് നല്ല ബലവാനായിട്ട് നിൽക്കും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുകയും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യസമ്പൂർണമായ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്തരത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്കും ദൈവാധീനമുണ്ട്. തൊഴിൽ സ്ഥാനത്ത് വ്യാഴമുണ്ട്. എങ്കിലും തൊഴിൽ സ്ഥാനത്ത് ചില അധിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതൊക്കെ ഒരു പരിധിവരെ മനസ്സിൻ്റെ തൻ്റെ ഇടം കൊണ്ട് മറികടക്കേണ്ടതാണ്. നല്ല സുഹൃത്തുക്കളെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും. ദേഷ്യമൊക്കെ പൊതുവെ ഒഴിവാക്കുക. സുഖ സമ്പൂർണമായിട്ട് ആഡംബരപൂർണമായ ജീവിതം ഈ ആഴ്ച വന്നു ചേരുന്നതിന് യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യസമ്പൂർണമായ ആഴ്ച. കന്നിരാശിക്കാരായ ഉത്തരത്തിന്റെ 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. 9ാമിടത്ത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ളവർക്ക് അത് വന്നുപെട്ടവർക്കൊക്കെ അതിൽ നിന്ന് കരകയറുവാൻ മുക്തി നേടുവാൻ യോഗമുണ്ട്. വിജയങ്ങൾ വന്നു ചേരും. പ്രവർത്തന രംഗത്ത് വിജയങ്ങൾ വന്നു ചേരുക. ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്നതിനും യോഗമുണ്ട്. കലാകാരന്മാരായിരിക്കുന്നവരായാലും മറ്റ് സാഹിത്യരംഗത്ത് ചിത്രരചനാ രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന എഴുത്തുകാർക്കും ഒക്കെ വളരെ പ്രസിദ്ധി വന്നു ചേരുക. അതിനുള്ള യോഗമുള്ള സമയം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കുക. പിണക്കങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമോ അപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും. പുതിയ ഒരു തൊഴിൽ അന്വേഷിച്ച് ഇറങ്ങിത്തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള യോഗം ഈ ആഴ്ചയുണ്ട്. അപ്പോയിൻമെന്റ് ഓർഡർ കൈപ്പറ്റുവാൻ അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ ആഴ്ച. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ 3, 4 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് വളരെ നല്ലതുപോലെ ആലോചിച്ച് കാര്യഗ്രഹണത്തോടുകൂടി കാര്യം നല്ലതുപോലെ മനസ്സിലാക്കി വേണം പൈസ ഒക്കെ ഇറക്കുവാൻ. പൈസ വായ്പ കൊടുക്കുന്നവരെ, ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നവരെ, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ബാങ്കിങ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ, മറ്റ് വസ്തു വാങ്ങുന്നവരെ, കൊടുക്കുന്നവരെ, വിവാഹ കരാറുകളിൽ ഒപ്പുവയ്ക്കുന്നവർ, വാക്ക് പറയുന്നവർ ഒക്കെ പരസ്പരം വളരെ നല്ലതുപോലെ മുതിർന്നവരും ഒക്കെ ആയിട്ടും കൂട്ടുകാരുമൊക്കെ ആയിട്ടും ആലോചിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികൾക്ക് അലസത വന്നു വിടുവാനായിട്ട് സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഭാഗ്യസ്ഥാനത്താണല്ലോ ദാമ്പത്യ ഭാവത്തിന്റെ അധിപനായ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ലതാണ്. രാശ്യാധിപൻ തൻ്റെ തന്നെ 12ൽ വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ബലം നൽകിക്കൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ ദൈവാധീനവുമുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിന് സൂചനയുണ്ട്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4ാം പാദവും അനിലവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം നിവൃത്തി സ്ഥാനത്ത് നിൽക്കുമ്പോൾ
ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് രാഹു സ്ഥിതി ചെയ്യും. അങ്ങനെയുള്ള ഈ ആഴ്ച വളരെ ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിലൊരു മാനാപമാനങ്ങൾ വന്നുപെടുവാൻ സൂചനയുണ്ട്. എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമായി. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളൊക്കെ വന്നു ചേരുന്നതിനോ ആഭരണം വന്നു ചേരുന്നതിനോ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനോ ഒക്കെ ഈ രാശിക്കാരായിരിക്കുന്ന ഓരോരുത്തർക്കും യോഗമുള്ള ആഴ്ച. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട സമയം. ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തികരമായി. നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് കരകയറി കോടതിയിൽ നിന്നായാലും പോലീസ് സ്റ്റേഷനിൽ നിന്നായാലും വിടുതൽ കിട്ടുന്നതിനും നല്ല ഒരു അംഗീകാരമൊക്കെ കിട്ടുന്നതിനും കേസുകളൊക്കെ വിട്ടുപോകുന്നതിനും കടങ്ങളൊക്കെ വീടുന്നതിനും യോഗമുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു വീടുകയില്ല, ഇങ്ങനെ കൊടുക്കും എന്ന് വിചാരിച്ച് ധനം വാങ്ങിയത് എങ്ങനെയാണ് കൊടുക്കുക? നിവൃത്തിയൊന്നും കാണുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും സഹായിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ധനം ഒത്തുവരാനായിട്ടൊക്കെ ഈ ആഴ്ച യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. അത് നല്ല രീതിയിൽ വിട്ടുവീഴ്ചയും ക്ഷമയും ഒക്കെ വേണം. ടെൻഷൻ ഉണ്ടാകുമ്പോൾ ജപമോ ധ്യാനമോ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ വിഷയം മാറ്റിവിട്ട് നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിലോ കുടുംബാംഗങ്ങൾ പരസ്പരം മക്കളുമായിട്ടും മാതാപിതാക്കളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളെ പറഞ്ഞ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അത് ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതുമാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ദൈവാധീനമുള്ള കാലം. ഏഴശനിയൊക്കെ തീരാൻ പോവുകയാണ്. ഏഴശനിയുടെ കാഠിന്യം കുറഞ്ഞിരിക്കുന്നു. ഇനി അധികകാലം ഇല്ല ഏഴശനി. ഇപ്പം ശനി ഭഗവാനെയൊക്കെ ഈ ദീർഘകാലമായിട്ട് ഭജിച്ചവർക്ക്, ഏതെങ്കിലും തരത്തിലൊക്കെ കഷ്ടത നഷ്ടങ്ങളൊക്കെ വന്നിട്ടുള്ളവർക്ക് അതിൽ നിന്നെല്ലാം മോചനം നേടി ശനി ഭഗവാൻ അനുഗ്രഹിച്ച് നല്ല ഒരു പുതിയ അനുഭവങ്ങൾ, ഭാഗ്യാവസ്ഥകൾ തൊഴിൽ രംഗത്തും ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ തന്നെ നല്ല വാഹനം വാങ്ങുന്നതിനോ അതുപോലെ ഗൃഹം വന്നു ചേരുന്നതിനോ ഭൂമി വാങ്ങുന്നതിനും ഒക്കെ ഒരു തീരുമാനമാകുന്നതിന് ഈ മകരം രാശിക്കാർക്ക് ഭാഗ്യമുള്ള ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ സന്തോഷകരമായ ജീവിതം നയിക്കാം. തൊഴിൽ സ്ഥലത്ത് പുരോഗതികളും വന്നുചേരും. സാമ്പത്തിക അഭിവൃദ്ധിയും വന്നുചേരുന്നു. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനായ വ്യാഴം ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നു. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഏഴരശനി ജന്മത്തിൽ അനുഭവിക്കുന്ന കാലമാണ്. പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നാശങ്ങളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട് ഈ കുംഭം രാശിക്കാർ. ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകും. പ്രാർത്ഥനയൊക്കെ ഫലിക്കുന്ന ഒരു കാലമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുകയും തൊഴിൽ പരമായിട്ട് തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് തൊഴിൽ വിജയങ്ങളും വന്നു ചേരുന്ന കാലം. മീനം രാശിക്കാരായിരിക്കുന്ന പൂട്ടാതി 4 പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. ഏഴരശനി ആരംഭിച്ചിരിക്കുന്ന കാലമാണ്. പുതിയ ഉടമ്പടികളിലൊക്കെ ഒപ്പുവയ്ക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. രാശ്യാധിപൻ കൂടിയായ വ്യാഴം ദുർബുദ്ധി സ്ഥാനത്ത് നിൽക്കുന്ന ഈ സമയങ്ങളിൽ പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് ദുർബുദ്ധിയായി പോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, നഷ്ടം വന്നു, അത് വലിയ പ്രശ്നത്തെ തീർന്നു എന്നൊക്കെ വിചാരിക്കാതെ വളരെ നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. കടം മേടിച്ചുമൊക്കെ വലിയ പദ്ധതികൾക്ക് ധനമിറക്കുന്നവർ, ബിസിനസ്സുകാർ, വ്യാപാരികൾ, ഉൽപ്പാദിത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ കൂടുതൽ ധനം ഇറക്കി വിപുലീകരിക്കാൻ ശ്രമിക്കുന്നവർ, അവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും കുടുംബ അനൈക്യതകളും സൂചകമാണ്. വളരെ ശ്രദ്ധയോടുകൂടി
വിട്ടുവീഴ്ചയോടുകൂടി ക്ഷമയോടുകൂടി പരസ്പരം മനസ്സിലാക്കി സുഹൃത്തുക്കളോടും ജീവിത പങ്കാളികളോടും കുടുംബത്തുമൊക്കെ ഇടപെടേണ്ട ഒരു കാലമാണ്. തൊഴിൽപരമായ കാര്യങ്ങൾക്ക് ദുർബുദ്ധി മൂലം തൊഴിൽ വേണ്ട എന്ന് വെച്ച് പുതിയ ഒരു ജോലി അന്വേഷിച്ച് നല്ലത് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ച് ഉള്ളത് തൊഴിൽ കളയാതെ ഇരിക്കുകയാണ് ഇപ്പോൾ ബുദ്ധി. അല്ലെങ്കിൽ അത് ഉള്ളത് പോവുകയും ചെയ്യും, ഉദ്ദേശിച്ചത് കിട്ടുകയുമില്ല എന്ന് പറയുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഭൂമി വന്നു ചേരുന്നതിന് യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വന്നു ചേരുന്നതുമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദോഷങ്ങളൊക്കെ ഉള്ളവർ ശനി പ്രീതികരമായ കാര്യങ്ങൾ, നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ, മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ, ശ്രീകൃഷ്ണ ഭഗവാന് ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്ത് ദോഷങ്ങളൊക്കെ അകറ്റുകയും ഐശ്വര്യങ്ങളെ വരവേൽക്കുവാൻ തയ്യാറാകുകയും ചെയ്യുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക.